സുധാകരനെ ഒതുക്കി സംസ്ഥാന കോൺഗ്രസിൽ മാറ്റത്തിന് തിരിതെളിയുന്നു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഒതുക്കി സംസ്ഥാന കോൺഗ്രസിൽ മാറ്റത്തിന് തിരിതെളിയുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരാനുള്ള നീക്കത്തിനും പാർട്ടിയിൽ ആലോചന തുടങ്ങി. സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് പുതിയ ചർച്ചകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കെ സുധാകരന് കഴിഞ്ഞില്ലെന്നത് പുനഃസംഘടനയുടെ ആക്കം കൂട്ടുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, റോജി എം ജോൺ MLA, മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. വിമതർ ദമാസ്കസ് നഗരം പിടിച്ചടക്കിയതിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം. ദമാസ്കസ് നഗരത്തിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതോടെയാണ് സംശയം ബലപ്പെട്ടത്. ഇല്യൂഷൻ 276D വിമാനമാണ് പറന്നുയർന്ന് തീരദേശ മേഖലയിലേക്ക് പോയ ശേഷം പിന്നീട് ഇവിടെ നിന്ന് വഴിതിരിച്ച് എതിർദിശയിലേക്ക് പറന്നത്. എന്നാൽ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഡ്ലൈഡ് ടെസ്റ്റിൽ തോൽവിയോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് തിരിച്ചടി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് വീണു. ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് 1-ാം സ്ഥാനത്തുമെത്തി. 60.71% ഓസീസിനുള്ളത്. 14 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഓസ്ട്രേലിയൻ ടീമിന് 9 ജയവും 4 തോൽവിയും 1 സമനിലയുമാണുള്ളത്. 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് 57.29% പോയിന്റ്. നടൻ ദിലീപിന്റെ ശബരിമല സന്ദർശനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. ദിലീപിന് മുറി അനുവദിച്ചതിൽ ക്രമക്കേടുകളില്ലെന്നും മാധ്യമപ്രവർത്തകർ അടക്കം മുറി അനുവദിക്കാറുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്ന മൂല്യങ്ങളുടെ തകർച്ച ഇല്ലാതാക്കാൻ ജാഗ്രത പാലിക്കേണ്ടത് എല്ലാ ഇടതുപക്ഷക്കാരുടെയും കടമയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. നവയുഗം സാംസ്കാരിക വേദിയുടെ 2025 മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് വിരുദ്ധമായി ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റു പരിക്കുകളില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ പറഞ്ഞു. അല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ IAS പറയുന്നത് കളവെന്ന് പോലീസ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് DGP ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗോപാലകൃഷ്ണന്റെ ഫോണുകളൊന്നും ആരും ഹാക്ക് ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഫോൺ ഹാക്ക് ചെയ്തെന്ന് കാണിച്ച് പരാതി നൽകുന്നതിന്റെ തലേ ദിവസം ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നും റിപ്പോർട്ട് പറയുന്നു. റിയാദ് സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് നീളും. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയും ചെയ്തു. അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്നും റിയാദ് സഹായ സമിതി അറിയിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് കർഷകർ താൽക്കാലികമായി പിൻവാങ്ങി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇതേ തുടർന്നാണ് പിന്മാറ്റം. സംഘർഷത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്.
മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായത്തെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് അഭിപ്രായം മുസ്ലിം ലീഗിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും KM ഷാജി വ്യക്തമാക്കി. വഖഫ് ചെയ്തതിന് രേഖകളുണ്ടെന്നും വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണുള്ളതെന്നും KM ഷാജി ചോദിച്ചു. ജനയുഗ ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.